ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരുസഭകളിൽ നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ത്യയ്ക്ക് 25% താരിഫ് നിശ്ചയിച്ചുകൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പല വിഷയങ്ങൾ പാർലമെന്റിൽ ഇന്നും ഉയർന്നു വരുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് എന്താണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് ബൽറാം? ഉന്മേഷ്, ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സഭ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വിഷയങ്ങളും ഗൗരവത്തോടെ തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുകയാണ്, പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി പ്രധാനമായും ഈ ഛത്തീസ്ഗഡിൽ 3 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ, പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിഷേധത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം ഉന്നയിച്ചും പാർലമെന്റ് കവാടത്തിൽ ഇന്നും പ്രതിഷേധം തുടരും. അതിനുശേഷം 2 വിഷയങ്ങളും സഭ ആരംഭിക്കുമ്പോൾ സഭയ്ക്കുള്ളിലും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞ ദിവസം ശൂന്യവേളയിൽ ഉന്നയിച്ചിരുന്നു ലോക്സഭയിൽ. എന്നാൽ രാജ്യസഭയിൽ നോട്ടീസുകൾ തള്ളപ്പെടുകയായിരുന്നു. വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും ഇരുസഭകളിലും നോട്ടീസ് നൽകാനാണ് MP-മാരുടെ തീരുമാനം. ഇതോടൊപ്പം തന്നെയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറായിരുന്നില്ല. സ്പീക്കർ അതിന് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യവുമുണ്ട്. ഇതോടൊപ്പമാണ് പുതിയ ഒരു വിഷയമായി US ഇന്ത്യക്ക് മേൽ 25% തീരുവ ചുമത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം, നിലപാട് എന്ത് എന്ന് ആരായാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ രാജ്യസഭയിൽ മറുപടി നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാകാതിരുന്നതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കുകയും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യവും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളെ തുടർന്നാണ് ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറായതും സമവായത്തിലേക്ക് എത്തിയതും. എങ്കിൽ പോലും പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടായിട്ട് പോലും പ്രധാനമന്ത്രി മറുപടി നൽകാൻ തയ്യാറാകാതിരുന്നത് ഉയർത്തി പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം നീട്ടാനുള്ള വിജ്ഞാപനം നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ഇക്കാര്യം ഇന്ന് രാജ്യസഭയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.